ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എല്ലാവരും കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ അനിയത്തിയും, അവർക്ക് 2 മക്കളാണ്, ട്വിൻസാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മതി, ട്വിന്നിങ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ ട്വിന്നിങ് ബോയ്സിൻ്റെയും കൂടെ ഇന്നൊരു കറക്കമാണ് കേട്ടോ. എപ്പോഴത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു, സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കടയിൽ കാണാൻ പോകുന്നുണ്ട്, പിന്നെ മൂത്തമ്മാൻ്റെ വീട് അവിടെ അടുത്താണ്, അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, നീ വരുന്നോ ചോദിച്ചു. വണ്ടിയിൽ സ്ഥലമുണ്ട്. അപ്പോൾ പോണ വഴിക്കും കൂടി ആയതുകൊണ്ട് എന്നെയും കയറ്റി. അപ്പം അങ്ങനെ വിചാരിക്കാണ്ട് ഒരു ട്രിപ്പ് കിട്ടി. അപ്പം അങ്ങനെ ഞാനും അനിയനും പിന്നെ അനിയത്തിയും അവളുടെ മക്കളും ഉമ്മയും ഉപ്പയും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നായരങ്ങാടിയാണ് മൂത്തമ്മാൻ്റെ വീട് വരുന്നത്. മൂത്തമ്മ എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ഏട്ടത്തിയാണ്. ഏട്ടത്തിയുടെ വീട്ടിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഉപ്പയും തായറും തായർ എന്ന് വെച്ചാൽ അനിയനാണ്, അവനും പോവാനായി തുടങ്ങി, ലീവ് കഴിഞ്ഞ് ഗൾഫിൽ പോകാനായി തുടങ്ങി. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്കേക്ക്. അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് അവിടെ എത്തി. അപ്പോൾ അവരുടെ മക്കളും ഞങ്ങളുടെ മക്കളും എല്ലാവരുടെ മക്കളും കൂടിയിട്ട് നല്ല കളിയിലാണ്. ലേറ്റ് കത്തുന്ന വാച്ച് കയ്യിലുള്ളതുകൊണ്ട് കുറേ നേരം അതും മരിക്കും മക്കളൊക്കെ കൂടിയിട്ട്. അപ്പം അങ്ങനെ മക്കളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം ഇതിപ്പോൾ എൻ്റെ മക്കളിട്ടുന്ന ഡ്രസ്സ് ഞാൻ അടിച്ചതാണ് കേട്ടോ. പിന്നെ ഫോർ തന്നെയല്ലേ പറയാം, അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റെ ഇന്നർ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ്. ഇത് ഇവിടുത്തെ മൂത്തക്കാരൻ്റെ ചെറിയ മോളാണ് കേട്ടോ. അപ്പോൾ അവളിനെയും എടുത്തിട്ട് മക്കൾ കളിയിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഏകദേശം 4 മണിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് ചായയും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ചാവക്കാട് കടലിലേക്ക്. പിന്നെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കും കൂടി പോകണമായിരുന്നു. അപ്പോൾ അവർ പഴംപൊരി ഉണ്ടായിരുന്നു, പഴംപൊരി എടുത്ത് കൈ പിടിച്ചിട്ട് ഇറങ്ങി വണ്ടി കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ 4 മണിക്ക് ഏകദേശം ഒരു 3:30 ഒക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവരും വരുന്നുണ്ട്, മൂത്തമ്മയുടെ ഫാമിലിയും വരുന്നുണ്ട് കടൽ കാണാൻ. ഞങ്ങളേതായാലും പോണതല്ലേ, അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് അവരും വരുന്നുണ്ട്. അവർ വീടിൻ്റെ അവിടെ കുറച്ചല്ലല്ലോ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ പോകും, അവരുടെ വണ്ടിയിൽ. മൂത്താപ്പയും 2 ഇക്കാമാരാണുള്ളത് കേട്ടോ. 2 ഇക്കാർക്കും അവരെ വൈഫും അവരെ മക്കളും ഒക്കെ കൂടിയിട്ട്, ഒരു ഇക്ക ഗൾഫിലാണ്, ഒരു ഇക്ക മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അവരെ വണ്ടിയിൽ വരും. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോണത് ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അവിടെ ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മക്കളൊക്കെ വണ്ടി കയറിയ പാടെ നല്ല കളിയും ഫുഡടിയും ഒക്കെ കഴിഞ്ഞുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഇവള് പിന്നെ ഉച്ചക്ക് ഉറങ്ങേയില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവൾ ഫോണിലും കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഏകദേശം വീടെത്താനായി. അതാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നടന്നിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു സാധനത്തിന് കണ്ടു, കുതിര ഇങ്ങനെ ചാടി പോകുന്നത് കണ്ടു. അപ്പോൾ എല്ലാവരും അതിനെ നോക്കിയിട്ട് നിൽക്കലായിട്ടോ. പിന്നെ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയലായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെയാണ് ഇറങ്ങിയത്. പക്ഷേ മൂത്തമ്മ ചാവക്കാട് കടൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി പോകണം, ഒരു 5-6 കിലോമീറ്റർ കൂടി പോകണം കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒന്ന് കടലിൻ്റെ അതുവരെ ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെയും തിരിച്ചിങ്ങോട്ട് പോന്നു. എന്നിട്ട് നേരെ വണ്ടി കയറി ചാവക്കാട് കടലോട്ട് പോണ സമയത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. കുറേ നേരം ബ്ലോക്കിൽ പെട്ട് ചുറ്റിത്തിരിഞ്ഞ് ചോദിച്ച്, നമുക്ക് ചെറിയ ചെറിയ വഴികളാണ്, ഒന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം ഇത് ഞങ്ങൾ ചാവക്കാട് എത്തിയിട്ടില്ല, അതിന് മുന്നേ ഇറങ്ങിയ കടലില്ല കേട്ടോ. എന്നിട്ട് തിരിച്ച് നടന്നിട്ട് പിന്നെയാണ് ഇപ്പോഴാണ് ഞങ്ങൾ ചാവക്കാട് കടലെത്തിയത്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേനും നന്നായിട്ട് ഇരുട്ട്, ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. നന്നായിട്ട് ലേറ്റ് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് അധികം ഫോട്ടോസോ വീഡിയോസോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ മക്കളിനൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നടക്കുകയാണ്. പക്ഷെ മണലിൽ കൂടെ, ഇതിപ്പോൾ റോട്ടിൽ കൂടെയാണ്. നല്ല ബ്ലോക്കായിരുന്നു. ശിവരാത്രിയുടെ എന്തോ ബ്ലോക്ക് കാര്യങ്ങൾ, പിന്നെ അമ്പലത്തിൽ എന്തോ പൂരം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഫുള്ള് ബ്ലോക്കായിരുന്നു. എന്നിട്ട് തിരിച്ചിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ എത്തിയത്. പിന്നെ അങ്ങനെ നടന്ന് മീൻ കാര്യങ്ങൾ ഒക്കെ കണ്ട് അങ്ങനെ നടന്നു. ഫുള്ള് കളികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. മക്കള് മണലിൽ കൂടെ തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നടന്നു പോവാണ്. വെള്ളത്തിൽ കളിക്കേണ്ട എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അപ്രത്യക്ഷമായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരനെ വീഡിയോ കാണിക്കുന്നില്ല, കാരണം വേറൊരു മൂത്തമ്മാൻ്റെ മോനും വൈഫും അവരുടെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം അങ്ങനെ കുടുംബത്തിലുള്ള ആൾക്കാരിനൊക്കെ അവിടുന്ന് ഞങ്ങൾ കണ്ടു. കുറേ പേര് 12 മക്കളാണ്. ഇമ്മാക്കും ഉപ്പാക്കും 12 മക്കളാണ്. അപ്പം വലിയൊരു കുടുംബമാണ്. അപ്പം അതിലത്തെ മൂത്തമ്മാൻ്റെ മോൻ്റെ വൈഫും കുട്ടികളൊക്കെ കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി ആദ്യം കാലൊക്കെ നനച്ചു. പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ കളിയായി. ഇത് ഈ അനിയനോട് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു. പക്ഷെ മൂത്ത ആൾക്ക് ഇത്രയൊന്നും ഇറങ്ങിയാൽ പോരാന്നാണ് അവിടെ പറയുന്നത്. കുറച്ചും കൂടി ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ഇതുണ്ടായിരുന്നത് കേട്ടോ. വെള്ളം കണ്ടപ്പോഴേ ഭയങ്കര ഒരു ഇത്. പക്ഷെ ഞാൻ ഓർത്തില്ല, ഞാൻ ഇവർക്ക് പാൻറ്റും ടീഷർട്ടും ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നുണ്ടായിരുന്നു. കാരണം കടലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂത്തമ്മാൻ്റെ മോനുണ്ടായിരുന്നുമല്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോക്കോബാറൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ചോക്കോബാർ, മാംഗോ ബാർ അങ്ങനെയെല്ലാം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് എല്ലാവരും ഓരോ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. മെമ്മറീസ് ആണല്ലോ. ഇനി ഇവർ 2 വർഷം കഴിഞ്ഞിട്ട് ഇനി വരുമ്പോഴാണ് എങ്ങനെയെങ്കിലുമൊക്കെ പോവുള്ളൂ. അപ്പോൾ അതുവരെയുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കടലും കണ്ട് ആസ്വദിച്ച് ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഈവനിങ് ഒക്കെ ആയി, ഒരു 6:30 ഒക്കെ അതിൻ്റെ തോന്നുന്നു ഏകദേശം. അപ്പം നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ലൈറ്റിങ്ങും പിന്നെ അതേപോലെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടോയ്സിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ യന്ത്രൂഞ്ഞാലിൽ കയറി. ഞാനും ഉപ്പയും അനിയനും കൂടിയിട്ട് യന്ത്രൂഞ്ഞാലിൽ കയറി. പക്ഷെ അതിൽ കയറിയത് ഞങ്ങൾക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു കറക്കം ഉണ്ടായിരുന്നുള്ളൂ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇത് യന്ത്രൂഞ്ഞാലിൽ കയറാൻ പോകുമ്പോൾ എൻ്റെ 2 മക്കളിനെയും ഉമ്മാൻ്റെ ഇതാക്കിയിട്ടാണ് പോയത്. പക്ഷെ അവർ ഭയങ്കര വാശിയായിരുന്നു എന്നെ കാണാണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് വേറൊരു റൈഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇനി ഞാൻ ഈ ജന്മത്തിൽ ഞാൻ അതിൽ കയറില്ല. യന്ത്രൂഞ്ഞാലിനെക്കാട്ടിയും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളതും ഉള്ളൊരു റൈഡായിരുന്നു ഇത്. അല്ലാ പടച്ചോനെ, ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു റൈഡിൽ കയറില്ല കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമുക്ക് വിചാരിക്കും ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരേന്ന്. പക്ഷേ ഇത് മൂവിങ് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഇരിപ്പിടമൊന്നും ഇരിക്കണോർത്തിരിക്കില്ല മക്കളെ. അത്ര കയറണം എന്ന് പറഞ്ഞ് കരഞ്ഞവരൊക്കെ പിന്നെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് കരയേണ്ട അവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയിട്ടോ. അത്രയും ഞാൻ മക്കളൊക്കെ വീഴുമെന്ന് പേടിച്ച്. അത്രയും നമുക്ക് സേഫ്റ്റിക്ക് ബെൽറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും ഡേഞ്ചറാണ്. ഞാൻ എന്നിട്ട് ആ ചങ്ങാരോട് നിർത്തും. പക്ഷെ അവർ നിർത്തിയൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ മാത്രമല്ല, വേറെയും ആൾക്കാരുണ്ടല്ലോ അതിൽ, അതുകൊണ്ട് അവർ നിർത്തിയൊന്നുമില്ല. സംഭവം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞാൻ ഇനി കയറില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കാണ്ട് ഫാമിലി ആയിട്ട് ഒരു ദിവസം ഫുള്ള് അടിച്ച് പൊളിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ അന്ന് മൂത്തമ്മാട് സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡും കാര്യങ്ങളൊക്കെ മൂത്തമ്മാട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം നായരങ്ങാടി സ്റ്റേ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് സ്കൂളിൽ പറഞ്ഞേക്കാട്ടോ മക്കളെ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫാമിലിയും ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ, അസ്സലാമു അലൈക്കും. ഇതാണ് ഈ റൈഡിൻ്റെ ഫുൾ വ്യൂ.